മുഖ്യമന്ത്രിക്കെതിരെ കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപിക. കേരളത്തിലെ ക്രൈസ്തവർ പോഴന്മാരാണ് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ്. റിപ്പോർട്ട് നടപ്പാക്കിയത് ഒരു ക്രിസ്ത്യാനി പോലും അറിഞ്ഞിട്ടില്ല എന്നും ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നു. എം കെ ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ഷുക്കൂർ, ക്രിസ്ത്യൻ സഭകൾ കാര്യമായി UDF-നൊപ്പം നിൽക്കുന്നു എന്ന LDF-ന്റെ തന്നെ വിലയിരുത്തലിനിടെയാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ എങ്ങനെ ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുന്നത്? എന്നാണ് അതിൻ്റെ ഉള്ളടക്കം? എങ്ങനെ കാണണം അതിന്? സൈഫുദ്ദീൻ, കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ ഒരു കമ്മീഷനെ നിശ്ചയിച്ച് പഠനം നടത്തി ആ റിപ്പോർട്ട് നടപ്പാക്കണമെന്നൊരു ആവശ്യം ദീർഘകാലമായി കത്തോലിക്ക സഭ ഉന്നയിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2020 ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷനെ ഒന്നാം പിണറായി സർക്കാർ നിയോഗിക്കുന്നത്. ആ ജെ.ബി. കോശി കമ്മീഷൻ വിശദമായ പഠനത്തിന് ശേഷം 5 ലക്ഷത്തോളം നിവേദനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് 2023 സംസ്ഥാന സർക്കാരിന് കൈമാറി. ആ റിപ്പോർട്ടിൽ 328 ശുപാർശകൾ, അതായത് ക്രൈസ്തവ വിഭാഗത്തിലെ പിന്നാക്കക്കാരായ ചിലരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമാക്കി 322 ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് കൈമാറി. ആ ശുപാർശകളിൽ 220 നടപ്പാക്കി എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനോടുള്ള പ്രതികരണം എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ഈ റിപ്പോർട്ട് ക്രൈസ്തവരെ സംരക്ഷിക്കാനല്ല, ക്രൈസ്തവരെ നിയന്ത്രിക്കാനാണ് എന്ന തലക്കെട്ടിൽ ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ആ മുഖപ്രസംഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവർ പോഴന്മാരില്ലെന്ന് പറഞ്ഞാണ് ഈ മുഖപ്രസംഗം ആരംഭിക്കുന്നത്. ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ്. ഇത്തരമൊരു റിപ്പോർട്ട് നടപ്പാക്കിയത് കേരളത്തിലെ ഒരു ക്രിസ്ത്യാനി പോലും അറിഞ്ഞിട്ടില്ല. കമ്മീഷന്റെ ഏതൊക്കെ ശുപാർശകൾ എവിടെയൊക്കെ നടപ്പാക്കിയെന്ന് അറിയാൻ ക്രൈസ്തവർക്ക് അവകാശമുണ്ട്. അത് പറയാൻ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും തയ്യാറാകണം. ഇതുപോലെ ഒരു സമുദായത്തെ ഇരുട്ടിൽ നിർത്തിയതിന് രാജ്യത്ത് വേറെ ഉദാഹരണമില്ല. നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുന്ന 220 ശുപാർശകൾ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. ക്രൈസ്തവരോടുള്ള സർക്കാരിന്റെ സമീപനമാണ് ഇത് വ്യക്തമാക്കുന്നത്. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ശക്തി വിരൽ തുമ്പിൽ പതിയുന്ന വോട്ടാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചാണ് ഈ മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഷുക്കൂർ, ഈ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് നടപ്പാക്കി എന്നുള്ള അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് സഭയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി പറയാനുള്ള ഒരു ബാധ്യത സർക്കാരിനില്ലേ? അമൃത, ഈ റിപ്പോർട്ട് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയത് കേവലം 1-2 വാചകത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നില്ല. ഏതൊക്കെ വകുപ്പുകൾ, ഏതൊക്കെ ശുപാർശകൾ നടപ്പാക്കി എന്ന രീതിയിൽ അദ്ദേഹം എണ്ണി ഓരോന്ന് പറയുകയാണ് ചെയ്തത്. എന്നാൽ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക കഴിഞ്ഞ ഒരാഴ്ചയായി ഏതാനും ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനൊരു മറുപടി എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത്. ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ അടങ്ങിയ ലേഖനങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ദീപിക പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാന ലംഘനം, അതുപോലെ തന്നെ ന്യൂനപക്ഷ മന്ത്രി വി. അബ്ദുറഹ്മാന്റെ വാഗ്ദാന ലംഘനം, അവരുടെ പലവട്ടം കത്തോലിക്ക സഭയ്ക്കും അതിന്റെ നേതാക്കൾക്ക് നൽകിയ ഉറപ്പുകൾ ലംഘിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. അതെല്ലാം പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ സന്ദർശിച്ചത് കൂടി നമ്മൾ മനസ്സിലാക്കണം. സഭയ്ക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ഒരു അതൃപ്തിയുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന ഫലങ്ങൾ പരിശോധിച്ച് വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ മലയോര മേഖലയിൽ സിറോ മലബാർ സഭയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം തന്നെ ഇത്തവണ UDF ആണ് പഞ്ചായത്തുകളുടെയും മറ്റും ഭരണം പിടിച്ചത്. അത് ഈ കത്തോലിക്ക സഭയുടെ അതൃപ്തിയുടെ ഒരു പ്രകടനമാണെന്ന് പലപ്പോഴും വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇവരുടെ ഈ കടുത്ത പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നത്. ആ ഘട്ടത്തിലാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്ന് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ 328 ശുപാർശകളിൽ 220 ഇന്ന വകുപ്പുകൾ ഇത്ര എണ്ണം നടപ്പാക്കി എന്ന് പറയുന്നത്. അതിനോടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ അതൃപ്തി ഒരുപക്ഷെ ഇനിയും പുറത്തു വന്നേക്കാം. സംസ്ഥാന സർക്കാരിനോട് അവർക്ക് കാര്യമായി തന്നെ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് സഭയുടേതടക്കമുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ വൈകിപ്പിക്കുകയും അത് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിനെതിരെ അവർ പരസ്യമായി പ്രതികരിച്ചിരുന്നു. ഇതിൽ നിന്ന് തുടങ്ങുന്നത് തന്നെ സൈഫു, കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷം വെറും പോഴരാണ് എന്ന മട്ടിലാണ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നൊക്കെയാണ് ഈ
അപ്പോൾ ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നത്. അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു, ശുപാർശകൾ മുന്നോട്ട് വെച്ചു. കമ്മീഷൻ സമർപ്പിച്ച 284 ശുപാർശകൾ ഉണ്ടായിരുന്നു, ഒപ്പം 45 ഉപശുപാർശകളും. ഈ ശുപാർശകളൊക്കെ സംസ്ഥാന സർക്കാർ പരിഗണിച്ചു. അപ്പോൾ വിവിധ 17 വകുപ്പുകൾ ചേർന്ന് പൂർണ്ണമായി ശുപാർശ നടപ്പിലാക്കിയിരിക്കുന്നു. 220 ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഒപ്പം മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ഒരു ശുപാർശ പോലും നടപ്പാക്കിയിട്ടില്ല എന്നാണ് ക്രിസ്ത്യൻ സഭകൾ പറയുന്നത്. ഞങ്ങളെ അങ്ങനെ ശുപാർശ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇരുട്ടിൽ നിർത്തരുത് എന്ന അതികർശനമായ കണിശമായ ഒരു നിലപാട് കത്തോലിക്ക സഭ എടുക്കുമ്പോൾ ഇനി എന്ത് പറയാനുണ്ടാകും മുഖ്യമന്ത്രിക്കും LDF സർക്കാരിനും അത്യാവശ്യമാണ്.